ഇന്നത്തെ സ്പെഷ്യൽ കൂമ്പ് തോരനാണ്. അപ്പോൾ നമ്മൾ കൂമ്പൊക്കെ അരിഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തിരുമി വെച്ചേക്കുവാണിത്. പിന്നെ വേണ്ടത് തേങ്ങാപ്പീര, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി. പിന്നെ അവസാനം ഇത് റെഡിയാക്കി കഴിഞ്ഞ ശേഷം പയർ. ഇത്രയും സാധനങ്ങളാണുള്ളത്. പിന്നെ കറിവേപ്പില. അപ്പോൾ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ തിരുമ്മി പിടിപ്പിക്കുകയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായി. ഇപ്പം കടുക് കുറച്ച് നിട്ട് നോക്കിയായിരുന്നു, പൊട്ടുന്നുമില്ല. അപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ കടുക് ഇടുന്നു. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പീരയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെയുള്ള വെളുത്തുള്ളി ചതച്ചെല്ലാം ഇടുന്നു. മിക്സ് ചെയ്യുന്നു. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇടുന്നു. ഇനി അരിഞ്ഞു വെച്ച കൂമ്പ് ഇടുകയാണ്. എല്ലാവരും വെക്കുന്നതാണ്, എന്നാലും ഇത് വളരെയധികം പോഷകാഹാരം അടങ്ങിയ ഒരു ആഹാരമാണ്. ഇപ്പോൾ ഇതിനൊന്നും വെച്ച് കഴിക്കാറില്ല. എല്ലാവരും മട്ടൻ, ചിക്കൻ, ബീഫ് ഇതൊക്കെയാണ് കൂടുതൽ കഴിക്കുന്നത്. ശരീരത്തിന് ഏറ്റവും നല്ല പോഷകം അടങ്ങിയ ഒരു ഫുഡാണിത്. അത് എങ്ങനെയും ഒരു മാസത്തിലൊരു 2-3 പ്രാവശ്യമെങ്കിലും കഴിക്കാൻ ശ്രമിക്കണം. അപ്പം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ചെറു തീയിലൊന്ന് വേവാൻ വെക്കുകയാണ്. കൂമ്പെല്ലാം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വെന്തോ നോക്കാം. വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കി ചെറുപയർ ഇട്ട് ഇളക്കി എടുക്കാം. ബാക്കി ചേരുവ പ്രോട്ടീൻ കൂടുതലടങ്ങിയ ചെറുപയറാണ്. അതും ഇതിലേക്ക് ഇടുന്നു. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. വീണ്ടും പറയുകയാണ്, ഇത് മാസത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും വെച്ച് കഴിക്കണം. പ്രോട്ടീൻ്റെ കലവറയാണ്. എല്ലാം കൊണ്ടും നല്ലൊരു ഭക്ഷണമാണ്. കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കണം. മുതിർന്നവരും പ്രായമായവരൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പണ്ട് കാലത്തെ ആൾക്കാർ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തോരനാണിത്. അപ്പോൾ ഇതൊന്നും കാണാൻ പോലും ഇല്ല. അതുകൊണ്ട് കഴിക്കുക, ആരോഗ്യം സേഫാക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് നമ്മൾ ഓഫ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പരിപാടിയെല്ലാം തീരാറായി. ഒന്നും കൂടെ ഇളക്കി നല്ലോണം വിടർത്തിയിട്ട ശേഷം